ഏവർക്കും നമസ്കാരം. നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമാണ് കുജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൊവ്വ. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പോലെ ഉന്മേഷവാനാണ് ചൊവ്വ. ഭൂമിക്കും അതിലെ സകല ജീവജാലങ്ങൾക്കും ഓജസ്, പ്രവർത്തനക്ഷമത എന്നിവ നൽകുന്നത് ചൊവ്വയാണ്. നാം മനുഷ്യർക്ക് ആത്മവിശ്വാസം, ശത്രുക്കളെ എതിർക്കുവാനുള്ള പോരാട്ട വീര്യം, ഉത്സാഹം, ഊർജ്ജഗുണം, നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു. ആ ചൊവ്വ ഓഗസ്റ്റ് 26 ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഒക്ടോബർ 20 വരെയും ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കും. നീണ്ട 55 ദിനങ്ങൾ ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ചില രാശിക്കാർക്ക് രാജയോഗങ്ങൾ, സമ്പൽ സമൃദ്ധി, ഭൗതികമായ സുഖങ്ങൾ, ദ്രവ്യലാഭം എന്നിവയെ എല്ലാം നൽകും. എന്നാൽ ചില രാശിക്കാർക്ക് കുജന്റെ ഈ സഞ്ചാരം പ്രതികൂലമായും ഭവിക്കും. ഏതെല്ലാം രാശിജാതരെയാണ് കുജൻ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുക എന്നാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുക. ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപൻ കൂടിയാകുന്നു. കൂടാതെ 8-ാം ഭാവാധിപത്യവും ചൊവ്വ വഹിക്കുന്നു. 3-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. 3-ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്നു. അതിനാൽ നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മബലത്തോടെ പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യുന്നു. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാണ് ഇത്. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഓഗസ്റ്റ് മാസം 26 മുതൽ 2 മാസത്തോളം സഞ്ചരിക്കുന്നത്. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു. 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ അത്ര നല്ല ഫലങ്ങളെ നൽകില്ല. ധനസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ചോരഭീതി ഉണ്ടാക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് കള്ളന്മാർ മൂലം ധനനഷ്ടത്തിനും വിലപിടിപ്പുള്ള വസ്തുക്കളും കളവ് പോകാനുള്ള സാധ്യതകൾ ഈ സമയത്ത് അധികരിക്കുന്നു. വഞ്ചന, അമളി എന്നിവയും ഈ സമയത്ത് വന്നു ഭവിക്കാം. അതിനാൽ പണമിടപാടുകൾ, ജാമ്യം നിൽക്കൽ, പണം കടം കൊടുക്കൽ എന്നിവയിൽ എല്ലാം ഒരു നല്ല ജാഗ്രത ഈ കൂറുകാർ ഈ സമയത്ത് പുലർത്തണം. വിലപ്പെട്ട രേഖകളും അശ്രദ്ധമായോ അലക്ഷ്യമായോ വയ്ക്കാതെ ഏറെ സൂക്ഷിച്ച് വയ്ക്കുക. കൂടാതെ ഈ കൂറുകാർ ചൊവ്വയുടെ പ്രതികൂലാവസ്ഥ മറികടക്കുവാനായി ഭദ്രകാളി, സുബ്രഹ്മണ്യസ്വാമി എന്നിവരെ നന്നായി ധ്യാനിക്കുക. 3-ാമതായി മിഥുനക്കൂർ. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ ക്ലേശങ്ങൾ, രോഗങ്ങൾ, കാര്യതാമസം, കാര്യവിഘ്നം, പരാജയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാവുന്നതാണ്. ദൂരയാത്രകൾ, അസമയത്തുള്ള യാത്രകൾ, ഡ്രൈവിംഗ് എന്നിവയിൽ ഏറെ ശ്രദ്ധിക്കുക. സാഹസികമായ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. 4-ാമതായി കർക്കിടകക്കൂർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക. 12-ാം ഭാവം എന്നത് ചെലവുകൾ, രോഗങ്ങൾ, അലച്ചിലുകൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്നുചേരാം. ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം. കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാവാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ, ധനച്ചെലവുകൾ എന്നിവയും ഉണ്ടാകാം. അതിനാൽ ധനവിനിയോഗത്തിൽ ഈ കൂറുകാർ ഏറെ ശ്രദ്ധ പാലിക്കുക. അതുപോലെ ആരോഗ്യകാര്യങ്ങൾ, ഭക്ഷണം എന്നിവയിലും നല്ല ശ്രദ്ധ, ശുചിത്വം എന്നിവ വരുത്തുക. 5-ാമതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ 11-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക. 11-ാം ഭാവം എന്നറിയപ്പെടുന്നത് സർവാഭീഷ്ടസ്ഥാനം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ
അത് ഏറ്റവും അനുകൂലമായ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നു. സാമ്പത്തികമായ പുരോഗതി, ധനാഗമം, അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും. ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി, സ്ഥാനമാനങ്ങൾ, അംഗീകാരം, സംതൃപ്തി എന്നിവ ഉണ്ടാകും. ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം, തിളക്കമാർന്ന പ്രകടനം എന്നിവ കാഴ്ചവെക്കും. ആറാമതായി കന്നിക്കൂർ. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക. 10ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക മേഖല എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. ഇത് ഔദ്യോഗിക മേഖലയിൽ ഏറെ നേട്ടങ്ങളെ നൽകും. കർമ്മരംഗത്ത് അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവ വന്നുചേരും. കർമ്മരംഗത്തെ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് പോകും. ബിസിനസ് രംഗത്തും ഏറെ നേട്ടങ്ങൾ, ലാഭം, പുരോഗതി എന്നിവ ഉണ്ടാകുന്ന സമയമാണ് ഇത്. ധനപരമായും ഏറെ മികച്ച സമയം ആകയാൽ ഈ സമയത്ത് ധനപരമായി പല ഗുണാനുഭവങ്ങളും വന്ന് ഭവിക്കും. നിക്ഷേപത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത്. വ്യക്തിപരമായും ഔദ്യോഗികപരമായും എല്ലാം നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാം. ഏഴാമതായി തുലാക്കൂർ. ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം എന്നിവയും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെ നൽകും. പ്രധാനമായും അത് ഈശ്വരകടാക്ഷം, ഭാഗ്യം എന്നിവയ്ക്ക് ഭംഗം ഉണ്ടാക്കും. തൽഫലമായി കർമ്മതടസ്സം, കാലവിളംബം, പരാജയം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ വരാം. കുടുംബത്തിലും സൗഖ്യം കുറയാം. അതിനാൽ ഈ കൂറുകാർ ഭദ്രകാളി, സുബ്രഹ്മണ്യസ്വാമി എന്നിവരെ നന്നായി ധ്യാനിക്കുക, വഴിപാടുകൾ കഴിക്കുക. എട്ടാമതായി വൃശ്ചികക്കൂർ. വിശാഖം കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 8ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുക. 8ാം ഭാവം എന്നത് ആയുർഭാവം, ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്നു. 8ൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം, അപകടം, മനോദുരിതങ്ങൾ, പലവിധ വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല ശ്രദ്ധ പുലർത്തണം. അസമയത്തുള്ള വാഹനയാത്രകൾ, സാഹസികമായ യാത്രകൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കുക. ചൊവ്വ ഈ കൂറുകാരുടെ രാശ്യാധിപൻ ആകയാൽ ദുരിതങ്ങളുടെ കാഠിന്യം കുറയാം. എന്നാലും ജാതകത്തിൽ അനിഷ്ടനോ ബലഹീനനോ ആയി ചൊവ്വ നിൽക്കുമ്പോൾ അവർ നിർബന്ധമായും ഭദ്രകാളിക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി, കടുംപായസം, രക്തപുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ കഴിക്കേണ്ടതാകുന്നു. 9ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. 7ാം ഭാവം എന്നത് പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം, പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ, കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം. കൂടാതെ ഉദരവ്യാധികൾ, മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും ഉണ്ടാക്കാം. കൂടാതെ ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കാം. ബന്ധങ്ങൾ വഷളാകാം. അതിനാൽ ഈ സമയം ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പാലിക്കേണ്ടതുണ്ട്. 10ാമതായി മകരക്കൂർ. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. 6ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ, ദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് ഈ കൂറുകാർക്ക് സമ്മാനിക്കുക. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു. ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറുവാനുള്ള ഊർജം പകരുന്നു. വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണും. തൽഫലമായി പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നു. കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നു. ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത, സന്തോഷം, സമാധാനം എന്നിവ കൈവരുന്നു. ബിസിനസ് മേഖലയിലും ഈ സമയം ഏറെ മികച്ച പ്രവർത്തനം, പുരോഗതി, ലാഭം എന്നിവ ഉണ്ടാകും.
മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ, വ്യവഹാരങ്ങൾ, കേസുകൾ എന്നിവയും ചൊവ്വ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർപ്പാകുന്നു. 11ാമതായി കുംഭക്കൂർ. അവിട്ടം 2ാം പകുതി, ചതയം, പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 5ാം ഭാവത്തിലേക്കാണ് കുജൻ പ്രവേശിക്കുന്നത്. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ, അലസത എന്നിവയെയും ഉണ്ടാക്കാം. മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം. അതിനാൽ ഈ കൂറുകാർ കുജദോഷശാന്തിക്കായി സുബ്രഹ്മണ്യസ്വാമി, ഭദ്രകാളി എന്നിവരെ നന്നായി ഭജിക്കേണ്ടതും ക്ഷേത്രദർശനം നടത്തി സന്താനങ്ങളുടെ പേരിൽ വഴിപാടുകൾ നടത്തേണ്ടതും ആകുന്നു. 12ാമതായി മീനക്കൂർ. പൂരോരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 4ാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. 4ാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്നു. 4ൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം 4ലെ ചൊവ്വ ഉണ്ടാക്കാം. 4ൽ നിൽക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റും അപകടങ്ങളെ സൃഷ്ടിക്കാമെന്നതിനാൽ നല്ല കരുതൽ ഈ കൂറുകാർ ഈ സമയം പുലർത്തണം. ഈ കൂറുകാരും കുജദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ പ്രീതികരമായതും ഭദ്രകാളി പ്രീതികരമായതുമായ വഴിപാടുകൾ കഴിക്കേണ്ടതാകുന്നു. അപ്പോൾ ഓഗസ്റ്റ് 26ാം തീയതി മുതൽ ഒക്ടോബർ 20ാം തീയതി വരെയും നീളുന്ന ചൊവ്വയുടെ മിഥുനരാശിയിലുള്ള സഞ്ചാരം 12 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന 27 നക്ഷത്ര ജാതർക്കും മേൽ പ്രസ്താവിച്ച ഗുണാനുഭവങ്ങളെയും ദോഷഫലങ്ങളെയും നൽകാവുന്നതാണ്. ഏകദേശം 2 മാസത്തോളം നീളുന്ന ഈ സമയം ചൊവ്വ പ്രതികൂലമായി നിൽക്കുന്നവർ കുജദോഷശാന്തി നിർബന്ധമായും അനുഷ്ഠിക്കുക. ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.